എല്ലാവർക്കും ബിന്ദുസ് ഫാം വ്ളോഗ്സിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിട്ടോ, അതിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അല്പം തിരക്കായിപ്പോയി. 2022 ഏപ്രിൽ 10 ഞങ്ങളുടെ മിൽക്ക് പ്ലാന്റിൻ്റെ ഉദ്ഘാടനമായിരുന്നു. MLA PT റഹീംകയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ബ്രഹ്മകുമാരി സിസ്റ്റേഴ്സിൻ്റെയും മറ്റ് മഹനീയ വ്യക്തികളുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ജീവജാലങ്ങളാകിയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറിയണമേ. ലോകമൊന്നിന്ന് പാഠമെന്നുമേ മനസ്സിലെഴുതേണമേ. Thank you. സിയാഗ്രോ ഫാംസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ MLA ശ്രീ അഡ്വക്കേറ്റ് PT റഹീം അവർകളെ ഞാൻ എൻ്റെ സ്വന്തം പേരിലും ഈ കമ്പനിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് ക്ഷീരമേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ആദ്യമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അതിനുവേണ്ടി ഈ സ്ഥാപനം ഉപയോഗപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സ്ഥാപനം എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA അവരുകളെ ക്ഷണിക്കുന്നു. താങ്ക് യു ശ്രീ ഓളിക്കൽ ഗഫൂർ സാർ. സിയാഗ്രോ ഫാംസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഭദ്രദീപം കൊളുത്തി സിയാഗ്രോ ഫാമിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് PT റഹീം അവർകളെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. Siagro from
പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് PTA അവർകളാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ പ്രിയപ്പെട്ട സാരഥികൾ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ശശി ഉൾപ്പെടെ ഈ സംരംഭത്തിൻ്റെ സാരഥികളെ, സഹോദരന്മാരെ സുഹൃത്തുക്കളെ, പ്രാർത്ഥനാ ഗാനം ചൊല്ലിയ ആദ്യത്തെ വരി തന്നെ നല്ലത് കാണാൻ കണ്ണിനാകണം എന്നാണ്, നല്ലത് പറയാൻ നാവിനാവണം എന്നാണ്. ഇന്ന് ഞാൻ പങ്കെടുക്കുന്ന മൂന്നാമത്തെ പരിപാടിയാണ്. ഇത് മൂന്നും ഇതുപോലെ കണ്ണിന് കുളിർമ ഏകുന്ന പദ്ധതികൾ. ഇതുപോലെയുള്ള സംരംഭങ്ങളാണ് നെൽകൃഷി തുടങ്ങി അതിൻ്റെ കൊയ്ത്തുത്സവമായിരുന്നു. രണ്ടാമതൊന്ന് പെരിങ്ങളത്താണ് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറി കൃഷി. മൂന്നാമത്തത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ പാലുൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയുണ്ട്. ഇതിൻ്റെ മൂന്നിനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ലക്ഷ്യമാണ് ഉള്ളത്. സംരംഭകത്വം എന്നുള്ളതിലപ്പുറം വിഷരഹിതമായ പച്ചക്കറിയും പയർവർഗ്ഗങ്ങളും പാലും ഒക്കെ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം മാരകമായ വിഷാംശങ്ങൾ ചേർന്നതാണ് ഇന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഏറ്റവും അധികം മരുന്ന് വിൽക്കപ്പെടുന്ന സംസ്ഥാനം, ഉപയോഗിക്കുന്ന സംസ്ഥാനവും കേരളമാണ്. ഏറ്റവും അധികം ജീവിതശൈലി രോഗങ്ങളുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രായക്കൂടുതലുള്ള ആളുകളുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ്. ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനവും കേരളമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമ്മുടെ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഉപയോഗിച്ച സാധനങ്ങൾ തന്നെയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സിയാഗ്രോ ഫാംസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഈ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി ശ്രീ ബാബു നെല്ലോളി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നമംഗലം, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കഥമല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഗഫൂർ ഒളിക്കൽ, ഈ സദുദ്യമയുടെ തുടക്കം കുറിച്ചുള്ള ബഹുമാനായ കുന്നമംഗലം നിയോജകമണ്ഡലം MLA PTA റഹീം സാഹിബ് അവർ, വേദിയിൽ സെല്ലിലായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ബ്രഹ്മകുമാരി സംഘടനയുടെ സിസ്റ്റർമാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതിൻ്റെ മാനേജിംഗ് പാർട്ണർ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ നമസ്കാരം. MLA സൂചിപ്പിച്ച പോലെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു മേഖല, എല്ലാ മേഖലയിലും ഇന്ന് നമ്മൾ മത്സര ബുദ്ധിയോടെയാണ് പോകുന്നത്. നമുക്കറിയാം, ഇവിടെ ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശാസ്ത്രമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഈ മഹത്തരമായ സംരംഭം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആരാധ്യരായ MLA അഡ്വക്കേറ്റ് PTA റഹീം സാർ അവർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു നെല്ലോളി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ
സുധാ കമ്പളത്ത്, ചത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഷമാജി, ചൂലൂർ നാരായണേട്ടൻ, ഗോപാലൻ, ഭരതേട്ടൻ, അതുപോലെ ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സിസ്റ്റർ, മറ്റ് ബഹുമാനപ്പെട്ടവർ, വളരെയധികം പാലുൽപാദനം രംഗത്ത് 10-15 ലിറ്റർ പാലൊക്കെ കിട്ടുന്ന 2-3 പശുക്കളൊക്കെ കുട്ടികളിൽ വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിന് ആനന്ദം തോന്നിയത് ഈ പശുക്കളെ എല്ലാം കണ്ടപ്പോൾ ചുറ്റിക്കറങ്ങി കണ്ടു. ശശിയേട്ടൻ, ബഹുമാനനായ ശശിയേട്ടൻ, ആ ശശിയേട്ടൻ ഞങ്ങളെല്ലാം കാണിച്ചു തന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഈ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ കൊടും ചൂടിലാണ്, ഈ സൂര്യ തേജസ് അത്യുച്ചത്തിലെത്തി നിൽക്കുന്ന സമയത്തിലാണ്. അതേപോലെ നമ്മുടെ ഈ പ്രസ്ഥാനം, ശശിയേട്ടനും കുടുംബവും തുടങ്ങി വെച്ചിട്ടുള്ള ഈ മഹത്തരമായ പ്രസ്ഥാനം ചാത്തമംഗലത്തിന് മാത്രമല്ല, കോഴിക്കോട് ജില്ലയ്ക്ക് മാത്രമല്ല, സംസ്ഥാനത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാതൃകയായി സൂര്യ തേജസ്സായി ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. നന്ദി ശ്രീ ശിവദാസൻ നായർ. ആശംസാ പ്രസംഗം തുടരുന്നു. സ്വാഗതം ചെയ്യുന്നു ശ്രീമതി സുഷമ, വൈസ് പ്രസിഡന്റ്, ചാത്തമംഗലം പഞ്ചായത്ത്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഗഫൂർക്ക, അതുപോലെ തന്നെ നമുക്ക് ഈ ഉദ്ഘാടനം നിർവഹിച്ചു തന്ന ഏറ്റവും ആദരണീയനായ നമ്മുടെ MLA കൂടിയായുള്ള റഹീംക്ക, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബാബേട്ടൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുധേച്ചി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറയുന്നില്ല, എല്ലാവിധത്തിലുള്ള ആശംസകളും ഈ സ്ഥാപനം വളർന്ന് പന്തലിച്ച് നമ്മുടെ പ്രദേശത്തിൻ്റെ യശസ്സ് മറ്റു രാജ്യങ്ങളിൽ പോലും എത്തുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സദ്യദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ശ്രീ ബാബു നെല്ലോളി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിനായി രാജയോഗിനി ഷീജ ബഹൻജി, ബ്രഹ്മകുമാരീസ്, കോഴിക്കോട്. ഓം ശാന്തി. വേദിയിലിരിക്കുന്ന MLA ബാക്കി എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ വെള്ളരിശ്ശേരി നാട്ടിൽ ഒരു അഭിമാനമായിക്കൊണ്ട് ശശിബായും അതുപോലെ ബിന്ദു സിസ്റ്ററും കുടുംബവും ഒന്നിച്ചു ചേർന്ന് ഇങ്ങനെ വലിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. ഇതെല്ലാവർക്കും മാതൃകാപരമാണ്. കോമ്പറ്റീഷന് വേണ്ടി മാത്രം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കുടുംബമായിക്കൊണ്ട് തന്നെ വലിയൊരു നാടിനും നാട്ടുകാർക്കും ആരോഗ്യവും സുഖവും സത്യമായ രീതിയിൽ നൽകുന്ന ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അവർക്ക് നമ്മുടെ എല്ലാവരുടെയും ആ ഒരു അനുഗ്രഹാശിസുകളും ശുഭസങ്കല്പത്തിൻ്റെയും ആവശ്യമുണ്ട്. ഇതൊരു കൂട്ടായ കുടുംബ പ്രവർത്തനം എന്ന് തന്നെ നമുക്ക് തന്നെ പറയാം. ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ ആ ശബ്ദങ്ങൾ ഉച്ചരിക്കുന്ന പോലെ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്നാണ് ഫാമിലിക്ക് ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഇതും ഒരു കുടുംബത്തിന്റെ ഫാമിലിയുടെ പ്രവർത്തനമാണ്. ഇതില് ശശിബായും സൂര്യബിന്ദു സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്താണ്. അവരുടെ മക്കളും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ നാട്ടുകാർ പോലും ഈ വലിയൊരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കരുതലും ശ്രദ്ധയും കൊടുക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ പ്രകടഭാവം. അപ്പൊ ഈ ഒരു സംരംഭത്തിന്റെ വളർച്ചയ്ക്ക് നമ്മളെല്ലാവരും അവർക്ക് കരുതലും ശ്രദ്ധയും കൊടുത്തുകൊണ്ട് ആ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം പ്രാവർത്തികമാക്കത്തക്ക വിധത്തിൽ അവർക്ക് സഹയോഗം കൊടുക്കാൻ നമുക്ക് ശക്തി നൽകാൻ സർവശക്തിവാനായിരിക്കുന്ന സുപ്രീം പരംപിതാ പരമാത്മാവിലേക്ക് നമ്മുടെ മനസ്സിനെ ലിംഗിക്കുമ്പോൾ ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം, നല്ല വിചാരങ്ങൾ, ശുഭഭാവന, ശുഭകാമന എല്ലാവരും ഉയരണം, അതിനുവേണ്ടി നമുക്കും സഹയോഗം ചെയ്യണം എന്നുള്ള ആ സങ്കല്പത്തെ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഇത്രയും നല്ല സൂര്യന്റെ ചൂട് ഉദിച്ചു നിൽക്കുന്ന ഈ സമയം പറയുമ്പോൾ 12 മണിയോട് അടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഫാമും ഈ നാടിന്റെ കേവലം ഈ മാവൂരിന്റെയോ കോഴിക്കോടിന്റെയോ അല്ല, കേരളത്തിന്റെയും വിട്ട് ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധമാകുന്ന ശുദ്ധമായ പാലും പാലുൽപ്പന്നങ്ങളും എല്ലാവരും ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ഒരു വലിയ ഫാമായി ഉയരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 വാക്കുകൾ സിസ്റ്റർ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഓം ശാന്തി.
നന്ദി രാജജ്യോതി ഷിജ ബഹൻജി. ഇനി ആശംസാ പ്രസംഗമാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ പുരുഷൻ കടലുണ്ടി മുൻ MLA. താങ്ക് യു. സ്വാഗതം ചെയ്യുന്നു ശ്രീമതി സുധാ കമ്പൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരനായ ഗഫൂർക്ക, നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ MLA റഹീം അവർ, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലോളി അവർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ ബ്ലോക്ക് ഭയങ്കരന്മാരെ, എൻ്റെ വേദിയിലുള്ള പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഈ അഗ്രോ ഫാംസ് ലിമിറ്റഡ് കുടുംബാംഗങ്ങളെ, കാരണം എനിക്ക് വളരെയേറെ പരിചയമുള്ള ആളുകൾ തന്നെയാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. കാരണം ഇത്രയും ഒരു സംഭവം നമ്മൾ മനസ്സിൽ പോലും ഓർക്കുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് അത്ഭുതം തോന്നിയത്. അത് ചാത്തമംഗലം പഞ്ചായത്തിൻ്റെ കൂടി ഒരു അഭിമാനമായി മാറണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ വളരെ ലാഭം നമ്മൾ പ്രതീക്ഷിക്കരുത്. നഷ്ടത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ കഴിയുമ്പോൾ അത് കുറച്ച് കൂടുമ്പോൾ എല്ലാവരും അറിയുമ്പോൾ അത് നല്ലൊരു വിജയത്തിലെത്തിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ശ്രീമതി സുധാ കമ്പളത്ത്. ആശംസാ പ്രസംഗം തുടരുന്നു. സ്വാഗതം ചെയ്യുന്നു ശ്രീ ശിവദാസൻ നായർ, ബ്ലോക്ക് മെമ്പർ. സംരംഭമായി ഒരുപാട് പേർക്ക് ജോലി നൽകാനും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുമുള്ള സാഹചര്യം ഈ നാടിനുണ്ടാവട്ടെ എന്ന് ആശംസാ പ്രസംഗം തുടരുന്നു. സ്വാഗതം ചെയ്യുന്നു ശ്രീ TA രമേശൻ. സ്വാഗതം ചെയ്യുന്നു ശ്രീ ഭരതൻ കരിക്കിനാരി. പ്രിയമുള്ള അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട MLA, ബഹുമാനം നിറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മറ്റു പൊതുപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമസ്കാരം. ഒരു മുദ്രാവാക്യമാണ് കളങ്കമില്ലാത്ത ഉൽപ്പന്നം. അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, നേരമെടുത്താൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏതെല്ലാം പാലുൽപ്പന്നങ്ങളാണ് എല്ലാം കൂടി. കാരണം അത് ഏതെല്ലാം നിലക്കാണ് അംശങ്ങളുള്ളത്, ശരിയായിട്ടുള്ള അംശങ്ങളുള്ളത്, പാലിൻ്റെ അംശങ്ങളുള്ളത് എന്നുകൂടി നമുക്കറിയില്ല. അപ്പോൾ ആ വിഷം മാലിന്യം വാങ്ങിക്കഴിക്കാതെ ഇത്തരം നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിക്കാൻ പൊതുജനങ്ങളായ നമുക്കും അതിൽ വളരെ താല്പര്യം കാണിക്കണം. എങ്കിലേ ഈ ഉദ്യമം അത്യധികം നമ്മൾ വിചാരിച്ച മാതിരി ഉന്നതിയിൽ എത്തുള്ളൂ. ഇതിന് എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആളാണ് അതുകൊണ്ട് അത് പറയുന്നത്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് പൂപ്പറശ്ശിരുന്ന ഒരു കുന്നാണ്, കാട് മൂടിക്കിടന്ന സ്ഥലമാണ്. ഞങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്ന പശുക്കളെല്ലാം ഈ കുന്നിന് മുകളിൽ കൂടിയാണ് നടന്നിരുന്നത്. രാവിലെ തുറന്നു വിടും, ചിലപ്പോൾ തിരിച്ചു വരും, ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ തിരിച്ചു വരുന്ന കാലം ഉണ്ടായിട്ടില്ല. അത്രയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ കുന്നിന് മുകളിൽ. അപ്പോൾ പശുക്കൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കുന്നാണ് ഇവിടെ. തൊട്ടപ്പുറത്ത് പിന്നെ ഒരു ക്ഷേത്രവുമുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. എന്തായാലും ശരി, ഇങ്ങനെ ഒരു വലിയൊരു കാര്യം നമ്മുടെ ഈ കുന്നിന് മുകളിൽ വരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. കോളേജ് വന്നു, അവിടെ ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു കെട്ടിടം ഉയർന്നു വരികയാണ്. ഇവിടെ നേരത്തെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ഇപ്പം നല്ലൊരു ബിസിനസ് വന്നിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു 3-4 ഫാമുകളും 2 പാൽ സൊസൈറ്റി ഉണ്ട്. ആ ആളുകൾക്ക് ആർക്കും തുടങ്ങാൻ കഴിയാത്ത ഒരു പുതിയ സംരംഭം ആണ് ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണിത്. നമ്മൾ പോഷകാഹാരമാണ് ഇതിൽ കൊടുക്കുന്നതിൽ പോലും ഒരു തുള്ളി വെള്ളം എവിടെയും കടന്നു കൂടിയാൽ അത് പിടിക്കപ്പെട്ടാൽ ഭയങ്കര ശിക്ഷയാണ്. അപ്പം നമ്മൾ ഗുണനിലവാരത്തോടൊപ്പം ഇതിൻ്റെ നിലവാരം, മറ്റു നിലവാരം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണിത്. അതോടൊപ്പം ബിസിനസ് ആകുമ്പോൾ ആര് ബിസിനസ് തുടങ്ങിയാലും ആ ബിസിനസ്സിനെ പരാജയപ്പെടുത്താനുള്ളതായ ഒരു ടീം എപ്പോഴും ഉണ്ടാവാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എത്രത്തോളം ശരിയാണെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും അതെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഒരു നല്ല സ്ഥാപനമായിട്ട് ഈ പ്രദേശത്തുകാർക്കും
ഇവിടെ സൂചിപ്പിച്ച മാതിരി ഇന്ത്യയിലെ ലോകം മുഴുവൻ അറിയട്ടെ, ഒരു കുടുംബത്തിൻ്റെ ഒരു വലിയ സംരംഭമാണ്. അപ്പോൾ പശു മാത്രമല്ല, ആടിനുണ്ട്, അതുപോലെ കോഴിയുണ്ട്, എല്ലാം നമ്മൾക്ക് ആവശ്യമുള്ള വസ്തുക്കളാണ്. ഇതൊരു നല്ല സംരംഭമായി മാറാൻ, ഉയരുവാൻ ഞാനൊരു ദൈവവിശ്വാസിയായതുകൊണ്ട് പറയുന്നു, ഈ ദൈവത്തിൻ്റെ എല്ലാം തന്നെ അനുഗ്രഹം ഇവർക്കുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അധ്യക്ഷൻ ഗഫൂർക്ക, നമ്മുടെ പ്രിയപ്പെട്ട MLA PT റഹീം സാർ, ബാക്കി വിസാരിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ നമ്മുടെ അധിക സംരംഭങ്ങളൊന്നുമില്ലാത്ത നമ്മുടെ ഈ പ്രദേശത്ത് വന്ന് ചെറിയൊരു കോഴി ഫാമിൽ തുടങ്ങി ഇത്ര വലിയ ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ശശിയേട്ടന് ഇനിയും ഉയർച്ചകളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന് വേണ്ടി എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി. ശ്രീ ബിജു കല്ലിടുമ്പിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഹംസ മാസ്റ്റർ NP സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗത്തിനായി രാജയോഗിജി ഷീല ബഹൻജി. ഓം ശാന്തി. വേദിയിലിരിക്കുന്ന അഭിവന്ദ്യരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ ഒരു സംരംഭം ഞാൻ ഇന്നലെ കേട്ടതാണ്. ഇന്നലെയാണ് കാൽപ്പറ്റയിൽ കോഴിക്കോട് മിനിഞ്ഞാന്ന് വന്ന് ഇന്നലെ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ നമ്മളൊരു ഫാം, നമ്മുടെ സ്റ്റുഡൻ്റാണ് സൂര്യബിന്ദു സിസ്റ്റർ, ബ്രഹ്മകുമാരീസിലെ സ്റ്റുഡൻ്റായി ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾക്കറിയാം, സൂര്യനുണ്ടെങ്കിൽ ഏത് വ്യർത്ഥമായ സാധനങ്ങളും നശിച്ചു പോകും. ചന്ദ്രനുണ്ടെങ്കിൽ ഏത് ആളുകൾക്കും ശീതളിമയും നൽകും. അപ്പോൾ സൂര്യനും ചന്ദ്രനും കൂടി ചേരുമ്പോൾ തീർച്ചയായും ലോകത്തിൻ്റെ ഉന്നതി എന്നാണ് പറയുക. സൂര്യബിന്ദു സിസ്റ്ററും ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ പര്യായമാണ് ശശി. അപ്പോൾ ശശിബായും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ഫാമിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഓം ശാന്തി. നന്ദി. രാജയോഗിനി ഷീല ബഹൻജി. നമ്മുടെ സാംസ്കാരിക ചടങ്ങ് ഇവിടെ സമാപിക്കുകയാണ്. ഇനി നാട് മുറിച്ച് ഉള്ള ഒരു ഉദ്ഘാടനം കൂടെയുണ്ട്. ഉദ്ഘാടനമാണ്. അതിനുശേഷം സി അഗ്രോ ഫാംസിൻ്റെ ഒരു ചെറിയ സ്നേഹവും മഹാരും ബഹുമാനപ്പെട്ട MLA രാജയോഗിനി ഷീല ബഹൻജി നൽകുന്നതായിരിക്കും. ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. വെള്ളപ്പൊക്കെ ഒഴിവാക്കണം. ചരിത്രപ്രമുഖ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും നന്മയുടെയും വിശ്വാസത്തിന്റെയും പരിസ്ഥിതിയുടെയും പ്രതീകമായി സിയാഗ്രോ ഫാംസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിയാഗ്രോ ഉൽപ്പന്നം ഇനി നിങ്ങളിലേക്ക് നോക്കണേ. സിയാഗ്രോ ഫാംസിന്റെ ഒരു സ്നേഹമഹാനും ഷീല ബഹൻജി ബഹുമാനപ്പെട്ട മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. അതിലേക്ക് അഭ്യർത്ഥിക്കുന്നു.
നമ്മുടെ മുഖ്യമന്ത്രി വന്ന സമയത്ത് എന്തായാലും ക്ലീൻ ആക്കട്ടെ പെട്ടെന്ന്. അവിടെ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കും. ആ നോക്കുന്നു നോക്കുന്നു. മോളാണ് നല്ല നന്നായി ചേച്ചിയാണ് എല്ലാവരും ഇവിടെ ഈ ക്യാമറയിൽ നോക്കാം. ഞങ്ങളെ ആസ്ഥാന പ്രാർത്ഥനക്കാരിയാണ്. അല്ല ബിജു കല്യാണം ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. പൂ വരുമ്പോ ഒക്കെ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇല്ല പൂള വേണ്ട, പക്ഷെ പൂള കൊടുക്കുക വാട്ടിയിട്ട് ഇത് ഒന്ന് വാടിയ കുഴപ്പമില്ല. ഒന്നെടുക്കേ. അയ്യോ എന്തതില്ല അതുമായി കൊടുത്തു ബ്ലോഗിലിടുവേ. ആ സൈഡിൽ നിന്ന് എടുക്കുക. ആള് തിന്നാൻ കിട്ടാണ്ട് ഞങ്ങളുടെ ഫാമിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.